ബോക്സ് ഓഫീസ് കിങ് ആയ നായകൻ അയാൾ സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. സോൾട്ട് ആൻഡ് പെപ്പർ മുടി, താടി, വെള്ള ഷർട്ട്, ബ്രൗൺ പാൻറ്, കയ്യിലൊരു ഇടിവള, ഇതാണ് വേഷം. പൊളിറ്റിക്സിൽ അയാൾക്ക് നേരിടേണ്ടി വരുന്നത് വലിയ വിമർശനങ്ങളും കളിയാക്കലുകളുമാണ്. പൊതുസമ്മേളനങ്ങൾ, കേസ്, കോടതി, അങ്ങനെ തിരക്കിട്ട ദിവസങ്ങൾ. എവിടെയോ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളോട് സാമ്യത തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ഇതല്ല. ഏപ്രിൽ 10 തിയേറ്ററുകളിലെത്തുന്ന TN 2026 തങ്ക നക്ഷത്രം എന്ന സിനിമയുടെ പ്ലോട്ടാണിത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തമിഴ് രാഷ്ട്രീയത്തിലെ ചൂടേറിയ വിഷയങ്ങളിലൊന്നാവുകയാണ് ഈ സിനിമ. ഈ വർഷത്തെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എക്സ് ഫാക്ടറാണ് വിജയ്. അദ്ദേഹവും പാർട്ടി TVKയും പിടിക്കുന്ന വോട്ടുകളാകും ഒരുപക്ഷെ തമിഴ്നാട് ആര് ഭരിക്കണമെന്ന തീരുമാനത്തിലേക്ക് പോലും കൊണ്ടുചെന്നെത്തിക്കുക. തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് റിലീസ് പ്രഖ്യാപിച്ച അവസാന ചിത്രം ജനനായകൻ സെൻസർ നൂലാമാലകളിൽ കുടുങ്ങി പുറത്തിറക്കാനാകാഞ്ഞത് വിജയ്ക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. വിവാഹമോചന കേസ്, കരൂർ ദുരന്തം, CBI ചോദ്യം ചെയ്യൽ തുടങ്ങി രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം വിജയ്ക്ക് നേരിടേണ്ടി വന്ന കടമ്പകൾ പലതാണ്. അതിലൊന്നായിരുന്നു ജനനായകനും. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ജനനായകൻ മിക്കവാറും തെരഞ്ഞെടുപ്പിന് ശേഷമാകും റിലീസ് ചെയ്യുക. പക്ഷെ അപ്പോഴാണ് അദ്ദേഹത്തിന് കഥയെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്പൂഫ് പടം പുറത്തിറങ്ങുന്നത്. 4 ദിവസം മുൻപ് പുറത്തിറങ്ങിയ സിനിമയുടെ ടീസർ ഇതിനോടകം 4 മില്യൺ വ്യൂസ് പിന്നിട്ട് കഴിഞ്ഞു. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ 1ാം സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്ന നടൻ ഗോൾഡൻ സ്റ്റാർ ഗുൽകാന്ത് കുമാർ. അയാൾ സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. അതിന് എതിർകക്ഷികൾ കളിയാക്കുന്നു. MGR എങ്ങനെ പാർട്ടി ഉണ്ടാക്കി മുഖ്യമന്ത്രിയായോ തങ്ങളുടെ തലൈവൻ അതേ ചിന്തയിലാണുള്ളതെന്ന് അദ്ദേഹത്തിന്റെ അണികൾ പറയുന്നു. വിജയ മാനറിസങ്ങളും റഫറൻസുകളും കുത്തി നിറച്ചൊരു ടീസർ. പിന്നാലെ ഒരുപാട് ട്രോളുകളും സ്പൂഫ് എന്ന വിമർശനവും വന്നു. ഉമാപതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നാട്ടി നടരാജാണ് ഗോൾഡൻ സ്റ്റാർ ഗുൽഖാന്തായി എത്തുന്നത്. ടീസറിന് പിന്നാലെ TVK നേതാക്കൾ അടക്കം സിനിമയ്ക്കെതിരെ രംഗത്തെത്തി. ജനനായകന് റിലീസ് അനുമതി ലഭിച്ചില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഫിലിം ഇലക്ഷൻ സമയത്ത് പുറത്തിറക്കാനാവുക? നേരത്തെ അവർ പരാശക്തി പുറത്തിറക്കി, അത് ഒരു ദിവസം പോലും ഓടിയില്ല. ഈ സിനിമയ്ക്കും അതേ അവസ്ഥയായിരിക്കും, TVK നേതാവ് ആദവ് അർജുന പറഞ്ഞു. പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ് ഇപ്പോഴത്തെ റിലീസ് എന്നും നിരവധി പേർ എക്സിൽ കുറിച്ചു. എന്നാൽ ചിത്രം ഒരു സ്പൂഫോ പാരഡിയോ അല്ലെന്നാണ് ചിത്രത്തിന്റെ റൈറ്ററും അഭിനേതാവുമായ തമ്പി രാമയ്യ പറയുന്നത്. ഇതൊരു സ്പൂഫോടല്ല, ധാരാളം സമ്പത്തും പോപ്പുലാരിറ്റിയും ഉണ്ടായിട്ടും രാഷ്ട്രീയ ശക്തി ലക്ഷ്യം വയ്ക്കുന്ന ഒരു മാസ് ഹീറോയുടെ കഥയാണിത്. രാഷ്ട്രീയ വിമർശനത്തെക്കാൾ തമാശയും എന്റർടൈൻമെന്റുമാണ് സിനിമയുടെ കോർ. രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നായതിനാൽ ആ അനുഭവത്തിൽ നിന്നും ഒരു വർഷം മുൻപ് എഴുതി തീർത്ത സ്ക്രിപ്റ്റാണ് ഇതിൻ്റേത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് സിനിമയ്ക്ക് യാതൊരു ബന്ധവുമില്ല. വിജയ് ഒറ്റ രാത്രി കൊണ്ട് രാഷ്ട്രീയക്കാരനായ ആളല്ല. അദ്ദേഹത്തിന്റെ പിതാവ് 100 MLA-മാർക്ക് സമമാണ്, തമ്പി രാമയ്യ പറഞ്ഞു. വിജയോടൊപ്പം 3 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ഈ ചിത്രം ആരെയും അധിക്ഷേപിക്കാനോ വേദനിപ്പിക്കാനോ എടുത്തതല്ല. തന്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമ ആയതിനാൽ അവനെ ഒരു കുഴിയിൽ കൊണ്ട് ചെന്നിടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ചിത്രത്തിന്റെ റിലീസ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തടയണമെന്നാവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. DMSK പാർട്ടി പ്രസിഡന്റ് ML രവിയാണ് ഹർജി നൽകിയത്. ജനനായകന് ബാധകമായതെന്തും ഈ ചിത്രത്തിനും ബാധകമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ജനനായകൻ ഇല്ലെങ്കിലും വിജയ് തന്നെയാണ് സിനിമയിലും രാഷ്ട്രീയത്തിലും തമിഴ്നാട്ടിലെ ചർച്ച. MGR നേടിയ പോലൊരു ഗ്രാൻഡ് വിക്ടറി വിജയ്ക്ക് നേടാനാകുമോ എന്ന് കാത്തിരുന്നു കാണാം. തോൽവിയാണ് ഫലമെങ്കിൽ സിനിമയിലേക്ക് തിരിച്ചു വരുമോ എന്ന ചോദ്യവും ശക്തമാണ്. ഈ തെരഞ്ഞെടുപ്പ് ആരുടെ വിധിയാകും മാറ്റി മറക്കുകയെന്ന് മെയ് 4 അറിയാം.